പ്രസ് ക്ലബ്ബ് കുടുംബമേള 2025 സംബന്ധിച്ച് ലഭിച്ച പരാതികളിൽ നിന്ന് അറിഞ്ഞതും തുടർ അന്വേഷണത്തിൽ സമിതിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതുമായ കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധയോടെയല്ല 2025 കുടുംബമേള സംഘടിപ്പിക്കപ്പെട്ടത് എന്നുള്ളത് വ്യക്തമാണ്. ഭക്ഷണത്തിൻ്റെ ലഭ്യതയും വിതരണവും തുടക്കം മുതൽ അലങ്കോലം തന്നെയായിരുന്നു. എറണാകുളം പ്രസ് ക്ലബ്ബ് കുടുംബമേള നടത്താൻ തിരഞ്ഞെടുക്കപ്പെട്ട കൊച്ചിൻ ക്ലബ്ബിൽ മതിയായ സ്ഥല സൗകര്യം ഉണ്ടായിരുന്നുമില്ല. മദ്യപാനത്തിന് ഒരുക്കിയ വേദി അരാജകത്വത്തിൻ്റെ കൂത്തരങ്ങായി മാറുകയായിരുന്നു. കുടുംബവുമായി ഉല്ലസിക്കാനുള്ള അവസരമോ അന്തരീക്ഷമോ ഒരുക്കുന്നതിൽ സംഘാടകർ പരാജയപ്പെട്ടിട്ടുമുണ്ടായിരുന്നു. ഒട്ടും സുരക്ഷിതമായ അന്തരീക്ഷത്തിലല്ല കുടുംബമേള സംഘടിപ്പിക്കപ്പെട്ടത്. സാമൂഹിക വിരുദ്ധരുടേതടക്കമുള്ള കടന്നുകയറ്റം മേളയിൽ ഉണ്ടായിരുന്നു. കുടുംബമേളയ്ക്ക് ശേഷം നടന്ന സോഷ്യൽ മീഡിയ ഡീഗ്രേഡിങ്ങും അപലപനീയം തന്നെയാണ്. അംഗങ്ങൾ തമ്മിലോ പ്രസ് ക്ലബിൻ്റെ ഫോറങ്ങളിലോ അല്ല, പൊതുവായ സമൂഹ മാധ്യമങ്ങളിലും വെബ് ചാനലുകളിലും അംഗങ്ങളിൽ ചിലരുടെ വ്യക്തിത്വത്തെയും ആത്മാഭിമാനത്തെയും ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള മോശപ്പെട്ട പ്രചാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ക്രൂരമായ അവഹേളനങ്ങൾക്ക് വിധേയനായ ഒരംഗം സമിതിക്ക് പരാതി തന്നിട്ടുണ്ടായിരുന്നു. സമൂഹത്തിൽ പുലർത്തേണ്ട മിനിമം മര്യാദ പോലും അദ്ദേഹത്തോട് കാണിക്കാൻ പ്രസ് ക്ലബ്ബ് അംഗങ്ങളായ ചിലർ തയ്യാറായില്ല എന്നുള്ളതും ഖേദകരം തന്നെയാണ്. ഈ അന്വേഷണ സമിതിയുടെ തന്നെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പലർക്കും പറയാനുള്ളത്. കുടുംബമേള കഴിഞ്ഞ് പ്രസ് ക്ലബ്ബ് അംഗങ്ങളുടെ ഒരു പൊതുയോഗം വിളിച്ചുകൂട്ടി പരാതികൾ കേൾക്കാനും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാനും ഭരണസമിതി തയ്യാറാകേണ്ടത് തന്നെയായിരുന്നു. കൃത്യമായ വിശദീകരണം നൽകിയിരുന്നുവെങ്കിൽ കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാകുന്നത് തടയാനും കഴിയുമായിരുന്നു. പരാതി നൽകിയ അംഗങ്ങളിൽ ഭൂരിഭാഗവും പൊതുയോഗം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുള്ളതും സമിതി ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. പ്രസ് ക്ലബ്ബ് ഡേ നടത്തിപ്പ് സംബന്ധിച്ച് സമിതിയുടെ നിഗമനങ്ങൾ എന്ന് പറയുന്നത്, എറണാകുളം പ്രസ് ക്ലബിൻ്റെ കുടുംബമേള നടത്താൻ തക്ക സ്ഥല സൗകര്യം കൊച്ചിൻ ക്ലബിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. 1500 പേരെങ്കിലും പങ്കെടുക്കാൻ സാധ്യതയുള്ള പരിപാടിയിൽ ആവശ്യമായ ശുചിമുറികൾ, ഫീഡിംഗ് റൂം, വാഷ്റൂം എന്നിവയുടെ അഭാവം പ്രകടമായിരുന്നു. മറ്റൊരു വേദിയും ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് കൊച്ചിൻ ക്ലബ്ബ് എടുത്തത് എന്ന് പ്രസ് ക്ലബ്ബ് ഭാരവാഹികൾ വിശദീകരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ലഭ്യമായ സ്ഥലത്ത് അംഗങ്ങളുടെയും അതിഥികളുടെയും ക്ഷേമം ഉറപ്പാക്കുക എന്നുള്ള ഉത്തരവാദിത്തം അവർക്ക് തീർച്ചയായും ഉണ്ടായിരുന്നു. ആ ഉത്തരവാദിത്ത നിർവഹണത്തിൽ പ്രസ് ക്ലബ്ബ് കമ്മിറ്റി പരാജയപ്പെടുക തന്നെയായിരുന്നു. കൊച്ചിൻ ക്ലബ്ബ് പരിസരത്തെ വെളിച്ചക്കുറവ് ഗുരുതരമായ സുരക്ഷാ പ്രശ്നമാണ് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. മങ്ങിയ വെളിച്ചമാണ് കൊച്ചിൻ ക്ലബിൻ്റെ ആംബിയൻസ് എന്ന് കൊച്ചിൻ ക്ലബ്ബ് അധികൃതർ പറഞ്ഞിരുന്ന സാഹചര്യത്തിലാണ് ഇതെന്ന് സെക്രട്ടറി അന്വേഷണ സമിതി മുൻപാകെ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. 10-100 അതിഥികൾ പങ്കെടുക്കുന്ന ചെറിയ ചടങ്ങുകൾക്ക് മനോഹരമായ ആംബിയൻസ് ലൈറ്റിംഗ് ഉതകുമെങ്കിലും 1000-ലധികം ആൾക്കാർ ഒരു സമയം എത്തുന്ന പരിപാടിക്ക് ശക്തമായ വെളിച്ചം അത്യാവശ്യം തന്നെയാണ്. ഇക്കാര്യം ഉറപ്പുവരുത്തുന്നതിലും സംഘാടകർക്ക് പിഴവ് പറ്റുകയായിരുന്നു. വാഹന പാർക്കിങ്ങിൻ്റെ കുറവ് അംഗങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് സമിതിക്ക് ലഭിച്ച പല പരാതികളിലും കാണാൻ സാധിക്കും. ഇക്കാര്യം മുൻകൂട്ടി കണ്ട് നടപടി എടുത്തിരുന്നതായി പ്രസ് ക്ലബ്ബ് ഭാരവാഹികൾ സമിതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാര്യം മുഖവിലേക്ക് എടുത്താൽ പോലും കുറേ അംഗങ്ങൾക്ക് വാഹന പാർക്കിംഗ് കാര്യത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടായി എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. ദേശീയ അവധി ദിനം കൂടിയായ ജനുവരി 26 ഈ പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യത സംഘാടകർ മുൻകൂട്ടി കാണേണ്ടത് തന്നെയായിരുന്നു. സ്ത്രീകൾക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങളുടെ പ്രതിസന്ധിയെക്കുറിച്ച് അന്വേഷണ സമിതിക്ക് ലഭിച്ച വിവരങ്ങൾ അങ്ങേയറ്റം ദുഃഖകരവുമാണ്. ടോയ്ലറ്റുകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിരുന്നു. അകത്ത് നിന്ന് അടയ്ക്കാൻ കഴിയാത്ത ടോയ്ലറ്റിൽ പോകേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് 2 വനിതാ അംഗങ്ങൾ പരാതി പറഞ്ഞിട്ടുണ്ട്. ഭർത്താവിനെ പുറത്ത് കാവൽ നിർത്തിയ ശേഷം ശുചിമുറിയിൽ കയറേണ്ടി വരുന്ന സാഹചര്യമൊക്കെ വളരെയധികം മോശമാണ്. കൊച്ചിൻ ക്ലബ്ബ് വനിതാ ഭാരവാഹികൾക്ക് വേണ്ടി അനുവദിച്ച മുറിയിലെ ടോയ്ലറ്റ് സൗകര്യം ഉപയോഗിക്കാൻ വനിതാ അംഗങ്ങൾക്കും അതിഥികൾക്കും കഴിയുമായിരുന്നുവെന്ന് ഭാരവാഹികൾ അന്വേഷണ സമിതിയോട് പറഞ്ഞിട്ടുണ്ട്. ഇത് അംഗങ്ങളെ അനൗൺസ്മെൻറ്റിലൂടെ അറിയിച്ചിരുന്നതായി സൂചനകളില്ല. വനിതാ ഭാരവാഹികൾ കാണിച്ച ഈ സന്മനസ് അഭിനന്ദനമാണ് എന്നുണ്ടെങ്കിലും ഇത്രയേറെ ആളുകൾ വരുന്ന ഒരിടത്ത് കേവലം ഒരു മുറിയിൽ ലഭ്യമായ ടോയ്ലറ്റ് സൗകര്യം എത്ര പേർക്ക് ഉപയോഗിക്കാൻ കഴിയും? പാലൂട്ടുന്ന അമ്മമാരുടെ കാര്യത്തിലും സൗകര്യം ഒരുക്കുന്നതിൽ വേണ്ട ജാഗ്രത പ്രസ് ക്ലബ്ബ് ഭരണസമിതി കാണിച്ചില്ല എന്നുള്ളത് അന്വേഷണ സമിതി വിലയിരുത്തുന്നുണ്ട്. കുട്ടികളോടൊത്ത് ഒരു സാമൂഹിക വിരുദ്ധൻ ഡാൻസ് കളിച്ചു എന്നുള്ള വിവരവും ഞെട്ടിക്കുന്നത് തന്നെയാണ്. ക്ലബ്ബ് അംഗങ്ങൾ ചിലർ സമീപിച്ചപ്പോൾ ഇയാൾ വേദിയിൽ നിന്ന് കടന്നു കളയുകയുമായിരുന്നു. ഇത്ര അരക്ഷിതമായ അവസ്ഥയിലാണ് 2025 ജനുവരി 26 കൊച്ചിൻ ക്ലബ്ബ് പരിസരത്ത് ഉണ്ടായിരുന്നുള്ളത് എന്നുള്ളത് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ്. പ്രസ് ക്ലബ്ബ് ഡേ നടത്തിപ്പ് സംബന്ധിച്ച് സമിതി നൽകുന്ന നിർദ്ദേശങ്ങളെന്ന് പറയുന്നത്, എല്ലാ വർഷവും ജനുവരി 26 ക്ലബ്ബ് ഡേ നടത്തണം എന്നതിനാൽ ഇതിനുള്ള വേദി തലേ വർഷം തന്നെ ബുക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. മിനിമം 1500 പേരെ ഉൾക്കൊള്ളാവുന്ന വേദികളാകണം തിരഞ്ഞെടുക്കേണ്ടത്. മതിയായ ഓപ്പൺ സ്പേസ്, ടോയ്ലറ്റ് സൗകര്യങ്ങൾ, പാർക്കിംഗ് എന്നിവ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇത്തരം 10 വേദികളെങ്കിലും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെക്കുക ഉചിതം തന്നെയായിരിക്കും. ക്ലബ്ബ് ഡേയുടെ രജിസ്ട്രേഷൻ കുറ്റമറ്റത് തന്നെയായിരിക്കണം. തങ്ങൾ ഇതിനുള്ള ഡിജിറ്റൽ ഫോമുകൾ പൂരിപ്പിച്ച് നൽകുന്നു എന്ന് അംഗങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട്. പങ്കെടുക്കുന്ന കുടുംബാംഗങ്ങളുടെ കാര്യത്തിൽ ഔചിത്യം പുലർത്തേണ്ട ചുമതലയും അംഗങ്ങൾക്കുണ്ട്. അംഗം, ജീവിത പങ്കാളി, കുട്ടികൾ, അംഗത്തിൻ്റെ മാതാപിതാക്കൾ എന്നിങ്ങനെ കുടുംബമേളയ്ക്ക് എത്തുന്നവരുടെ എണ്ണം പരിമിതപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ പരിപാടിയുടെ നടത്തിപ്പ് വലിയ പ്രതിസന്ധിയിൽ തന്നെയായിരിക്കും.
കുടുംബസംഗമത്തിന് ശേഷമുണ്ടായ ഓൺലൈൻ വാർത്തകൾ, പ്രചാരണങ്ങൾ എന്നിവ പരിശോധിക്കാനുള്ള സാങ്കേതിക സൗകര്യമില്ലാത്തതിനാൽ അന്വേഷണ സമിതി അക്കാര്യത്തിലേക്ക് കടന്നിട്ടുമില്ല. എന്നാൽ ക്ലബ്ബ് അംഗമായ അജയ്കുമാർ MS സമിതിക്ക് നൽകിയ പരാതിയിൽ തനിക്ക് ഓൺലൈൻ മാധ്യമത്തിൽ ചിത്രവും വാർത്തയും മൂലം നേരിടേണ്ടി വന്ന ക്രൂരമായ അപമാനത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ അംഗം നിയമ നടപടികൾ സ്വീകരിച്ചാൽ ജില്ലാ കമ്മിറ്റി എല്ലാവിധ പിന്തുണയും നൽകേണ്ടതാണ്.